$450 മില്യൺ ഇടപാടിന് അന്തിമ രൂപമായിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വൈകാനായിട്ടുള്ള കാരണം? നമുക്ക് മിസൈൽ പോലുള്ള ആയുധങ്ങൾ കയറ്റി അയക്കുന്നതിന് ഈ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ നമ്മുടെ സ്റ്റോറേജിലുണ്ടായാൽ മാത്രം പോരാ. അത് കയറ്റി അയക്കാനുള്ള നമുക്കുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ധൈര്യം നമുക്ക് വേണം. കാരണം ഈ മിസൈൽ പോലുള്ള ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾ അത് ഏത് രാജ്യത്തിനെതിരെയാണ് ഇത് പ്രയോഗിക്കുന്നത്? ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. ഇതായിരുന്നു 2006 മുതൽ ഈ ബ്രഹ്മോസ് എയ്റോസ്പേസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ഡോക്ടർ ശിവതാണുപിള്ള എന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ R&Dയുടെ ചീഫ് കൺട്രോളറായിരുന്നു. അദ്ദേഹമാണ് ഈ ബ്രഹ്മോസിൻ്റെ സ്ഥാപക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ. അദ്ദേഹം 2006 മുതൽ നമ്മുടെ ഭാരത സർക്കാരിനെ സമീപിക്കുകയാണ്. നമുക്ക് ബ്രഹ്മോസ് കയറ്റുമതി നടത്തി നമുക്ക് ധാരാളം വിദേശ നാണ്യം നേടിയെടുക്കാം. നമ്മൾ ആ സ്ഥിതിയിലേക്ക് എത്തി. പക്ഷെ നമ്മുടെ ഭരണകൂടം ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്ന് മടിച്ചു നിന്നു, നാണിച്ചു നിന്നു എന്ന് പറയാം. അതിന് പ്രധാന കാരണം ചൈനയോടുള്ള ഭയമായിരുന്നു. ചൈന പ്രകോപിതരാകുമോ എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് നമ്മുടെ UPA 2 ഗവൺമെൻറ്, രണ്ടാം UPA സർക്കാർ ഈ കയറ്റുമതിയിൽ നിന്ന് ഭയന്ന് പിന്മാറാനുള്ള കാരണം ഈ ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾ അവരുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്കെതിരെയാണ് ഇത് പ്രയോഗിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, നമ്മളൊരു രാജ്യം, നമ്മൾ അഹിംസയിലും ഗാന്ധിജിയും ഒക്കെയുള്ള നമ്മുടെ രാജ്യം എന്തിന് ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്നൊരിക്കൽ അബ്ദുൽ കലാമിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ സാധാരണക്കാരുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ ജീവനും സ്വത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആയുധങ്ങൾ നിർമ്മിച്ചേ മതിയാകും. അപ്പോൾ വാങ്ങിക്കുന്ന രാജ്യം ഈ ആയുധങ്ങൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കുന്നത് ഒരു പ്രബലനായ ശത്രുവിനെതിരെയായാൽ, അതും നമ്മൾ ചൈനീസ് 62 മറ്റും ചൈനീസ് വാറൊക്കെ കഴിഞ്ഞ് നമ്മൾ ചൈനയുടെ ഉള്ളിൽ ഒരു ഭയം ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നുള്ളതൊരു വസ്തുതയായിരുന്നു. ഇന്നതില്ല, ഞാനതിലേക്ക് വരാം. അപ്പോൾ ഈ ചൈന പ്രകോപിതരാകുമോ എന്നുള്ള ഒറ്റ ഭയം കൊണ്ടാണ് നമ്മുടെ UPA 2 ഗവൺമെൻറ്, അന്ന് ശ്രീമാൻ AK ആന്റണിയാണ് പ്രതിരോധ മന്ത്രി, അദ്ദേഹം പലപ്പോഴും ഈ ശിവതാണുപിള്ള എന്ന ശാസ്ത്രജ്ഞൻ്റെ പ്രപ്പോസൽ മടക്കിയിരിക്കും. അത് ധാരാളം രേഖകൾ ഇന്ന് ലഭ്യമാണ്. 2006 ശിവതാണുപിള്ള ഒരു പ്രപ്പോസൽ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് അയക്കുകയാണ്. 2008 വരെ യാതൊരു നടപടിയും എടുത്തില്ല. 2008 അദ്ദേഹം വീണ്ടും ഇതിനൊരു ഫോളോ അപ്പ് ലെറ്റർ അയച്ചു. അപ്പോൾ പ്രതിരോധ മന്ത്രിയുടെ ഒരു കത്ത് ഇദ്ദേഹത്തിന് കിട്ടി. 2006 അയച്ച പ്രപ്പോസലിന്മേൽ ഒരു പ്രപ്പോസൽ കൂടി അയക്കാൻ, ആദ്യം അയച്ച പ്രപ്പോസലിന്മേൽ ഒരു പ്രപ്പോസൽ കൂടി അയക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാഷ്ട്രത്തിന് ഈ ബ്രഹ്മോസ് മിസൈൽ പോലുള്ള ഒരു സൂപ്പർസോണിക് മിസൈൽ മറ്റ് രാജ്യങ്ങൾക്ക് കയറ്റി അയക്കാൻ നമുക്കുള്ള ഒരു തൻ്റെ ഇടവും ധൈര്യവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുന്നു. ആ മാറിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് കയറ്റുമതി നടക്കുന്ന കരാറ്. നമ്മൾ ഓൾറെഡി ഫിലിപ്പൈൻസുമായിട്ട് $375 ഈ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ഓൾറെഡി കയറ്റുമതി നടത്തി കഴിഞ്ഞു. ഈ ഫിലിപ്പൈൻസും ഇത് മേടിച്ചിരിക്കുന്നത് ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കത്തിലാണ്. നമ്മൾ ഈ ചൈന ഭയത്തിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു. ചൈനയുമായിട്ടുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ 2020 മുതൽ 2024 വരെ ചൈനയും നമ്മുടെ അക്സായി ചിൻ, ലഡാക്കിൻ്റെ അതിർത്തിയിലൊക്കെ നമുക്കൊരു സംഘർഷം ഉണ്ടായിരുന്നു. നമുക്ക് ധാരാളം രണ്ട് പക്ഷത്തുള്ള സൈനികരെ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു, വലിയ സംഘർഷം നിലനിന്നു. ഇന്ന് ആ സംഘർഷത്തിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സഹകരണത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം, നമ്മൾ ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു സിവിലൈസേഷനുണ്ട്, നമുക്ക് വലിയൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരം മെച്ചപ്പെടുത്തണമെന്നും. കാര്യം ഇന്ത്യയിൽ നിന്നാണ് ബുദ്ധമതമൊക്കെ ചൈനയിലേക്ക് പോയത്. ചൈനയിലുണ്ടായിരുന്ന പ്രധാന മതം ബുദ്ധമതമായിരുന്നു. അങ്ങനെ നമുക്കൊരു സാംസ്കാരികമായ കണ്ണികൾ വളരെ വലുതാണ്. ആ ബന്ധം ഉൾപ്പെടെ വിപുലീകരിക്കണമെന്ന് ചൈനീസ് പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചൈന സന്ദർശിച്ചു. അതിനുശേഷം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ചൈന സന്ദർശിച്ചു. ഇതിൻ്റെ 3ാം ഘട്ടമായിട്ട് നമ്മുടെ പ്രതിരോധ സെക്രട്ടറി വിക്രം മിശ്രി, നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ജനുവരി 26 ചൈനീസ് വിദേശകാര്യ സെക്രട്ടറിയുമായിട്ട് അവിടെ ബെയ്ജിങ്ങിൽ ചർച്ച ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ അന്ന് തന്നെയാണ് ഒരുപക്ഷെ ചൈനയ്ക്കെതിരെ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രി നമ്മുടെ റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റായിട്ട്, അദ്ദേഹത്തിൻ്റെ പേര് പ്രബവോ സുബിയാൻഡോ എന്നാണ്. പ്രബവോ സുബിയാൻഡോ എന്ന ഇന്തോനേഷ്യൻ ഭരണാധികാരി അന്ന് റിപ്പബ്ലിക് ഡേയിൽ ഇന്ത്യയിൽ പ്രധാന അതിഥിയായി എത്തുന്ന ദിവസം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയെ ചൈനയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ആയുധം വാങ്ങിക്കുന്ന രാജ്യം ഇതൊരു പക്ഷേ ചൈനയ്ക്കെതിരെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്.
ചൈന നമ്മളെ സൗഹൃദ സന്ദർശനത്തിന് അന്ന് തന്നെ വിദേശകാര്യ സെക്രട്ടറി വിളിച്ചിരിക്കുകയാണ്. നമ്മളൊരു രാഷ്ട്രം എന്നുള്ള നിലയിൽ എന്തുമാത്രം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ഇതാണ് മനസ്സിലാവുന്നത്. ഈ ഡീലിൽ നമുക്ക് കിട്ടുന്നത് $450 മില്യൺ അതിൻ്റെ ധനപരമായ നേട്ടത്തിനെ കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ ഇതിൻ്റെ സാമ്പത്തിക നേട്ടത്തെക്കാട്ടിൽ കൂടുതൽ നമ്മളൊരു സൈനിക ശക്തിയായിട്ട്, നമ്മൾ ലോകത്തിലെ ഒരു വലിയൊരു അപ്രതിരോധ്യ രാഷ്ട്രമായിട്ട്, ലോകം മുഴുവൻ ബഹുമാനത്തോടെയും ആരാധനയോടെയും കാണുന്ന ഒരു ശക്തനായ ഭരണാധികാരിയുടെ കീഴിൽ ഈ രാഷ്ട്രം എങ്ങനെ മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ കയറ്റുമതി കാണുന്നത്. ഈ മിസൈൽ വാങ്ങിക്കാൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ചിലി, വിയറ്റ്നാം, അർജന്റീന, UAE ഇത്തരം രാഷ്ട്രങ്ങളൊക്കെ ഇതിനുവേണ്ടി ക്യൂ നിൽക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ മിസൈലാണ്. ശബ്ദത്തെക്കാൾ 3 ഇരട്ടിയാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇനി ഈ ബ്രഹ്മോസ് മിസൈലിന് 2ാം ഘട്ടം വരാൻ പോവുകയാണ്. ശബ്ദത്തിനേക്കാട്ടിൽ 6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നത്. ആ മിസൈലിന്റെ പേരിന്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ആരാധനായ അബ്ദുൽ കലാമിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ബ്രഹ്മോസ് മിസൈൽ 2ാം ഘട്ടത്തിന്റെ പേരിനോടൊപ്പം എന്ന് കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ആനുഷികമായി പറഞ്ഞതേ ഉള്ളൂ. കരയിൽ നിന്നും അതോടൊപ്പം തന്നെ വിമാനത്തിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നൊക്കെ നിക്ഷേപിക്കാൻ പറ്റിയ ഒരു സൂപ്പർസോണിക് മിസൈൽ എന്നാണ് ഈ ബ്രഹ്മോസ് മിസൈലിനെ വിളിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു പ്രത്യേകത അല്ലാതെ മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സാറിപ്പോ ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നു വാങ്ങാൻ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഒരു കാരണം എന്താ? ഇതൊരു സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ്. ക്രൂസ് മിസൈൽ എന്ന് പറഞ്ഞാൽ അൺമാൻഡ്, അതിനകത്ത് ആളുകൾ അൺമാൻഡ് ആണ്. ജെറ്റ് എഞ്ചിനുകൾ വെച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഇതിന്റെ റേഞ്ച് ഇപ്പോൾ തന്നെ 500 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത് സഞ്ചരിക്കും. ഇത് അന്തർവാഹിനികളിൽ നിന്ന് വരെ ഇത് വിക്ഷേപിക്കുക. ഈ ഒരു ആയുധം ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തത് റഷ്യയുമായി ചേർന്നാണ്. റഷ്യയിലെ മോസ്കോ നദിയും നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെയും കൂടെ പേരുകൾ ചേർത്താണ് ഈ ബ്രഹ്മോസ്. കാര്യം റഷ്യയും ഇന്ത്യയും തമ്മിൽ ചേർന്നുണ്ടാകുന്ന ഒരു ലോകശക്തി ലോകത്തിന് കാട്ടിക്കൊടുക്കാനാണ് ഈ പേരൊക്കെ ഇട്ടത്. ഈ ആയുധം കൈവശമുള്ള രാഷ്ട്രങ്ങളുടെ സ്റ്റാൻഡിങ്, അവരുടെ പ്രതിരോധ ശേഷി വിളിച്ചോതുന്ന ഒരു ആയുധമാണ് ബ്രഹ്മോസ് മിസൈൽ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആയുധ ശേഖരങ്ങളിലേക്ക് ഇത് കരുതി വയ്ക്കുന്നത്. ഇത്ര അഭിമാനകരമായ ഒരു ആയുധം വികസിപ്പിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക്, ആവശ്യമുള്ള രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ കൊടുക്കില്ല. ഇതിനകത്ത് ചർച്ചകളും വിശകലനവും, ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് എന്നാണ് പറയുന്നത്. നമുക്കൊരു പ്രതിരോധ ആവശ്യങ്ങളിലൂടെ നമ്മുടെ ആയുധം വാങ്ങിക്കാമെന്നാൽ നമ്മൾ ആപ്പിൾ ഫോൺ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ 1 ലക്ഷം കോടി കവിഞ്ഞ് ആപ്പിൾ ഫോൺ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലത്. നമ്മൾ ഈ ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് നടത്തി കണ്ടീഷൻസ് വെച്ചാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ നമ്മളെ ഭയപ്പെടുത്തിയിരുന്നത് ചൈന പ്രകോപിതരാകുമോ എന്നുള്ളതായിരുന്നു. ആ ഭയം നമുക്ക് അല്പം പോലുമില്ല. നമ്മൾ ചൈനയുടെ ശത്രു രാജ്യങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈൽ വിൽക്കുമ്പോൾ ചൈന നമ്മളുടെ പിന്നാലെ സഹകരണത്തിൻ്റെ അപേക്ഷയുമായിട്ട് വന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ കയറ്റുമതിയിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നേട്ടം. ഈ $1 മില്യൺ സാമ്പത്തിക നേട്ടത്തിനോടൊപ്പം നമ്മുടെ രാജ്യം എന്തുമാത്രം വളർന്നിരിക്കുന്നു. ഒപ്പം പറയാനുള്ളത്, നമ്മൾ 90 രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്, വെടിക്കോപ്പുകൾ കയറ്റി അയക്കുന്നുണ്ട്. നമ്മുടെ ആയുധം വാങ്ങിക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അമേരിക്ക. ആ രീതിയിലേക്ക് നമ്മളെ ആയുധ കയറ്റുമതിയിൽ നമ്മൾ വളർന്നു കഴിഞ്ഞു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കി അതിൻ്റെ ഫലം കൊയ്തുകൊണ്ടിരിക്കുകയാണ് ആയുധ മേഖലയിലും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ചൈനയെ മറികടക്കുകയാണോ? ഈ മിസൈൽ ടെക്നോളജി കൺട്രോൾ റിജൈം എന്ന് പറഞ്ഞൊരു അന്തർദേശീയ സംഘടനയുണ്ട്. ഇതിൽ അംഗത്വം ലഭിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതിലെ അംഗമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. ആ ഇന്ത്യക്ക് അംഗത്വം കൊടുക്കുന്നതിന് ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങൾക്ക് എതിർപ്പുണ്ടോ എന്ന് അറിയിക്കണമെന്ന് കാണിച്ചുകൊണ്ടൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിനെ ആരും എതിർത്തില്ല. ചൈനയ്ക്ക് അതിൽ അംഗത്വമില്ല. ചൈനയ്ക്കില്ല. അതെന്താ? ചൈനയ്ക്ക് അംഗത്വം നൽകിയിട്ടില്ല. പല ഫാക്ടറീസ് പരിഗണിച്ചാണ്. അപ്പോൾ ചൈനയുടെ മേൽ ഒരു പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്കൊരു മേൽക്കൈയുണ്ട്. ചൈനയുടെ ആർമി ഇന്ത്യയേക്കാൾ വലുതാണ് നമ്പർ കൊണ്ട്. പക്ഷേ അതിൻ്റെ പ്രതിരോധ ശേഷി, യുദ്ധസന്നാഹങ്ങളിൽ ഏർപ്പെടാനുള്ള പ്രാപ്തി ഇന്ത്യൻ സൈന്യത്തിനാണെന്നാണ് പറയുന്നത്. കാര്യം ചൈനീസ് ആർമി ഉണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നല്ലാതെ അവർ യുദ്ധങ്ങളൊന്നും നടത്തിയിട്ടില്ല അയൽ രാജ്യങ്ങളുമായിട്ട്. യുദ്ധങ്ങൾ നടത്തി പരിചയവും പ്രാഗൽഭ്യമുള്ളത് ഇന്ത്യൻ ആർമിക്കാണ്. അതുകൊണ്ട് യുദ്ധമുണ്ടായാൽ പോലും ചൈനീസ് ആർമി നമ്പറിൽ കൂടുതലാണെങ്കിലും ഇന്ത്യൻ ആർമിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുമോ എന്നൊക്കെ സൈനിക മേഖലകളിൽ സംശയവുമുണ്ട്. തീർച്ചയായിട്ടും പ്രതിരോധ രംഗത്ത് ചൈനയേക്കാൾ മേൽക്കൈ ഇന്ത്യക്ക് തന്നെയാണുള്ളത്.